ചോദിച്ചു നിനക്കൊന്നും വേറെ ജോലി ഇല്ലയോ? അമ്മയെന്ന് പറഞ്ഞേ, അമ്മയെന്ന് പറഞ്ഞേ. ഞാനും എൻ്റെ മോളും കൂടെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം ഞങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെന്നൊക്കെ. നിനക്കൊന്നും വേറെ പണിയില്ലയോ? ഇത് നോക്കി ഇരിപ്പാണോ ജോലിയെന്ന് ചോദിക്കും. ഇങ്ങനെ പറഞ്ഞാൽ മതി അമ്മ. അമ്മയൊക്കെ പറഞ്ഞാൽ മതി. എൻ്റെ കയ്യിലോട്ട് കയ്യിൽ താഴെ ഇടരുത്. ഇല്ല. പറ. ഹലോ ഹലോ പറയണ്ട അമ്മേ. അനീഷും അർജുൻ BK. അനീഷേ, അർജുനെ, നിനക്കൊക്കെ ജോലിയില്ലടാ. നിനക്കൊക്കെ ഞങ്ങളെ അറിയത്തില്ലയോടാ. നിനക്കൊക്കെ നാണമില്ലടാ ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ. ഞങ്ങളെന്താ വഴിയോടെ കയറി വന്നവരാണെന്നോടാ. നിനക്കൊക്കെ നാണമില്ലടാ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ. ഞങ്ങൾ ആരാന്ന് അറിഞ്ഞുകൊണ്ട് ഏടാ ഞാൻ ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല കൂടുതലൊന്നും, കേട്ടോ അനീഷേ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോവും. നാണം വേണം മനുഷ്യനായാൽ. ആരോടാ സംസാരിക്കുന്നത് നീയൊക്കെ? ആരോടാ നീയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് പല ഡിഗ്രിയും കിട്ടിയോടാ ഇതുപോലെ മരുന്ന് കഴിക്കാൻ കൊടുക്കാനുള്ള ഡിഗ്രിയൊക്കെ. ഞങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി ഒന്നും വേണ്ടടാ. ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. ഞങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് വിഷമം വന്നോടാ. ആണോ? നിങ്ങൾ ജീവിക്കുന്ന വിഷമം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മമാരെ ഞങ്ങൾ കൊല്ലാം. ഞങ്ങളെ കൊല്ലാൻ വരാതെ. ഞങ്ങളെ കൊല്ലാൻ പറയണ്ട കേട്ടോ. ഞങ്ങളിവിടെ മനമര്യാദയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ കണ്ടില്ല ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ കണ്ട ആണുങ്ങളെ ഒന്നും പിടിച്ച് കയറ്റി വയ്ക്കുന്നില്ല. കണ്ട ആണുങ്ങളുടെ കഥയൊന്നും വിജയിക്കാതെ വരുമ്പോൾ നിനക്ക് മരുന്ന് കഴിക്കണമെന്നോ? നിൻ്റെ വീട്ടിൽ വല്ലവരും ഉണ്ടെങ്കിൽ കൊണ്ടുപോയി മരുന്നൊക്കെ കൊടുത്തിടുക കേട്ടോ. പിന്നെ മരുന്നൊക്കെ എല്ലാം ഞങ്ങൾ ഇതാക്കി തരാം കേട്ടോ. രോഗമൊക്കെ ഞങ്ങൾ നിർത്തി തരാം എല്ലാവൻ്റെയും. ഗ്യാസ് ലൈറ്റിങ്ങൊക്കെ കൈവച്ചിരുന്നാൽ മതി. ഗ്യാസ് ലൈറ്റിങ്ങും ഒക്കെ ഞങ്ങളുടെ വീട്ടിലെ കാര്യം നോക്കിയാൽ മാനമര്യാദയ്ക്ക് ഇരിക്കുന്നത്. അമ്മ നനച്ചായിരുന്നോ? കേട്ടോ, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ മാനമര്യാദയ്ക്ക് ഞങ്ങൾ മാനമര്യാദയ്ക്ക് ജീവിക്കുക. ഇൻഷുറൻസ് വേണം, ഇൻഷുറൻസ്. കൈ വെച്ചോണ്ടിരിക്കുക കേട്ടോ. ഇങ്ങോട്ട് എടുക്കല്ലേ വേലയും വിദ്യാഭ്യാസം. ഗ്യാസ് ലൈറ്റിങ് കൈ വെച്ചിരുന്നാൽ മതി. ഗ്യാസ് ലൈറ്റിങ്ങും പിന്നെ എന്തൊക്കെ പരിപാടിയൊക്കെ, ഗ്യാങ് സ്റ്റോക്കിങ്, അതിൻ്റെ പിന്നെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ സ്റ്റോക്കിങ്, ഇതൊക്കെ ഞങ്ങൾ നിർത്തി. ഇതൊക്കെ എൻ്റെ പ്ലാറ്റ്ഫോമാണ്, മനസ്സിലായില്ലേ? എൻ്റെ പ്ലാറ്റ്ഫോമിൽ കയറി കിടന്നങ്ങ് ചൊറിയണ്ട ഒത്തിരി. നിൻ്റെ കാര്യം നോക്ക്. ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോമാണ്. നീ വേറെ വല്ല പെണ്ണുങ്ങളുടെ പുറകിൽ നിന്ന് നടക്കാൻ നോക്ക്. നിൻ്റെ ഒന്നും അഭിപ്രായം ഞങ്ങൾക്ക് കേൾക്കേണ്ട കാര്യങ്ങളേ ഇല്ല. നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ അവിടെ ഇല്ലല്ലോ അമ്മേ അത്.